friends, welcome to English Mithra. നമ്മൾ കഴിഞ്ഞ ദിവസം ഹാസ് ഹാവ് ഹാഡിൻ്റെ പകുതി വരെ പഠിച്ചു നിർത്തിയായിരുന്നു അല്ലേ? ഹാസ് ഹാവ് ഹാഡ് പാർട്ട് 1. ഓക്കെ, ഒരു യൂസേജ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത യൂസേജ് ആണ്. ഇത് കുറച്ചുകൂടി ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂസേജ് ആണ്. പക്ഷേ ഞാൻ എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഹാസ് ഹാവ് ഹാഡ് ഇസ് യൂസ്ഡ് അബൌട്ട് an action that to talk about an action that happened in the past. അതായത് പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ടൈം സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടൈം സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. പ്രസൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ഷനും ആയിരിക്കണം. ടൈം സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ 10 മണിക്ക് ഉറങ്ങി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഹാസോ ഹാവോ ഹാഡോ യൂസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? അതായത് ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സ്ലെപ്റ്റ് അറ്റ് 10 o'clock എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അറ്റ് 10 o'clock അത് യൂസ് ചെയ്യാൻ പാടില്ല. അറ്റ് 1:30 ഇങ്ങനൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള അറ്റ് 2:01 അല്ലെങ്കിൽ അറ്റ് 8:30 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആ സമയം അങ്ങനെ കൃത്യസമയത്തിൻ്റെ കൂടെ ഒന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഹാസും ഹാവും ഹാഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു സമയത്തിൻ്റെ കൂടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഹാവ് എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഹാസ് എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, പ്ലൂറലിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഐ യു എന്നീ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കി പഠിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹാസും ഹാവും ഒരു കഴിഞ്ഞു പോയ ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ ആക്ഷന് പ്രസൻറ്റുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സമയം മെൻഷൻ ചെയ്യാൻ പാടില്ല. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യം എപ്പോഴാണ് എത്തിയെന്ന് പറയുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. കൃത്യം എത്ര മണിക്കാണ് എത്ര സമയത്തിനാണ് എത്തിയതെന്നൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എത്തിയതേ ഉള്ളൂ. ഇങ്ങനത്തെ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇവിടെ നമുക്ക് എപ്പോഴാണ് സംഭവം നടന്നതെന്ന് ക്ലിയർ അല്ല. പാസ്റ്റിലാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, പാസ്റ്റിലാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവമായിട്ട് ബന്ധമുണ്ട് അല്ലേ? പക്ഷേ അപ്പം നമുക്കിത് പാസ്റ്റിലും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ സമയമായിട്ടും പറയാൻ പറ്റില്ല. അതിനിടയിൽ എവിടെയോ ഉള്ളൊരു സമയം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? ഐ ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ ഒരു കേസിൽ ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് എന്ന് പറയാം. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹാവിന് ശേഷം വരുന്ന വേർബ് V3 ഫോം ആയിരിക്കും. റീച്ച് എന്ന് പറയുമ്പോൾ എത്തുക, റീച്ച്ഡ് എന്ന് പറയുമ്പോൾ എത്തി. അതിൻ്റെ V3 ഫോം ആണെന്ത്? റീച്ച്ഡ് എന്ന് പറയുന്നത്. റീച്ച് എന്ന വാക്കിൻ്റെ V3 ഫോം ആണെന്ത്? റീച്ച്ഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ, ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് ജസ്റ്റ് അറൈവ്ഡ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അവൻ എനിക്ക് മുൻപേ ജോലി തീർത്തു. അവൻ എനിക്ക് മുൻപേ ജോലി തീർത്തു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറയാണ്, അവൻ എനിക്ക് മുന്നേ ജോലി തീർത്തു. ഇവിടെ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇങ്ങനത്തെ സെൻറ്റൻസ് വരുമ്പോൾ അവൻ എനിക്ക് എന്ന് 2 വാക്കുകൾ ഉള്ളതുകൊണ്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, നമ്മൾ ആരെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അവൻ എനിക്ക് മുന്നേ ജോലി തീർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പം ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പം എന്താണ് വരിക? ഹീന് ശേഷം ഹാസ് ആണ് വരിക. ഹീ ഹാസ്. ഓക്കെ, എന്താണ് അവൻ ഇവിടെ ചെയ്ത പ്രവൃത്തി? അവൻ എനിക്ക് മുൻപേ ജോലി തീർത്തു. ഓക്കെ, ജോലി തീർത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അല്ലേ? അതായത് തീർത്തു എന്നുള്ളതാണ് പ്രവൃത്തി. ഹി ഹാസ് കംപ്ലീറ്റഡ്. എന്താണ് തീർത്തത്? ജോലി, ദ വർക്ക്. ഇനിയാണ് ഇവിടെ കൺഫ്യൂഷൻ. എനിക്ക് മുൻപേ ജോലി തീർത്തു എന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെവിടെ നമ്മൾ ഉപയോഗിക്കും? അതാണ് ഇവിടെ അടുത്ത കൺഫ്യൂഷൻ. അപ്പോൾ അത് കൺഫ്യൂഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. എനിക്ക് മുൻപേ ജോലി തീർത്തു എന്ന് പറയുമ്പോൾ ഇവിടെ സമയമാണ്. എനിക്ക് മുൻപേ എന്നുള്ളത് സമയമാണ്. ഓക്കെ, സോ ഹി ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക് ബിഫോർ മീ. ഓക്കെ, എപ്പോഴാണ് ജോലി തീർത്തത്? എനിക്ക് മുന്നേ ആണ് ജോലി തീർത്തത്. സമയം കൃത്യസമയം പറയുന്നില്ല, പക്ഷേ അൺസ്പെസിഫിക് ആയിട്ട്
അൺസ്പെസിഫിക് എന്നല്ല, അത് കറക്റ്റായിട്ടുള്ള യൂസേജ് അല്ല. നോട്ട് സ്പെസിഫൈഡ്, സമയം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, സമയം സ്പെസിഫൈഡ് അല്ല, പക്ഷേ സമയം ക്ലിയർ അല്ലാന്നേ ഉള്ളൂ. സമയമുണ്ട്, കൃത്യസമയം കൊടുത്തിട്ടില്ല. ഓക്കെ, നോട്ട് സ്പെസിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സമയം കൊടുത്തിട്ടില്ല എന്നല്ല അർത്ഥം, ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം അവൻ എനിക്ക് മുന്നേ ജോലി തീർത്തു. അപ്പോൾ അവൻ എപ്പോഴാണ് ജോലി തീർത്തത്? എനിക്ക് മുന്നേ. അതാണ് ഇവിടുത്തെ സമയം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ക്ലിയർ ആയിട്ട് സമയം കൊടുക്കാത്ത സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. പാസ്റ്റിൽ നടന്നതാണെങ്കിൽ പ്രസന്റിൽ ബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. അവൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ കണ്ടിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ, എപ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് റെലവൻസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, അവളെ നമുക്ക് സിനിമയ്ക്ക് പോകാൻ വിളിച്ചാലോ അവളെ വിളിക്കേണ്ട, അവളത് കണ്ടിട്ടുണ്ട്, അവൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ റെലവൻസ് വരുന്നത്. എപ്പോഴാണ് കണ്ടതെന്നൊന്നും പറയുന്നില്ല, പാസ്റ്റിൽ എപ്പോഴോ ആ ഒരു പ്രവൃത്തി അവൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സമയം സ്പെസിഫിക് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവളെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഷീ, എന്താണ് അവൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി? ഷീ പ്രവൃത്തി പറയുന്നതിന് മുമ്പേ ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഹാസ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ്. ഇനി എന്താണ് അവൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി? എന്താണ്? അവൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഷീ ഹാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കാണുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? സിനിമ ആയതുകൊണ്ട് നമുക്ക് വാച്ച് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാസ് കഴിഞ്ഞിട്ട് നമുക്ക് ചുമ്മാ വെറുതെ വാച്ച് എന്ന് എഴുതാൻ പറ്റുമോ? വാച്ച് എന്ന് എഴുതാൻ പറ്റില്ല, കൂടെ വാച്ച്ഡ്, V3 ഫോം ഓഫ് ദ വെർബ്. ഈ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഹാസിൻ്റെ കൂടെ ഇൻ എനി കേസ് വെർബ് വരുവാണെങ്കിൽ V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ഹാവ് ആയാലും V3 ഫോം ഓഫ് ദ വെർബ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് ആകുമ്പോൾ അതിനുശേഷം ഏതെങ്കിലും ഒരു പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V3 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, ഷീ ഹാസ് വാച്ച്ഡ് ദാറ്റ് മൂവി. ഷീ ഹാസ് വാച്ച്ഡ് ദാറ്റ് മൂവി. ഓക്കെ, തീർന്നു. ഷീ സോ ദാറ്റ് മൂവി എന്ന് നമുക്ക് പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി കറക്റ്റ് ഇതാണ്. അവൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഷീ ഹാസ് വാച്ച്ഡ് ദ മൂവി. ഇനി പരീക്ഷ തുടങ്ങിയതിന് ശേഷം അവർ ഉറങ്ങിയിട്ടില്ല. പരീക്ഷ തുടങ്ങിയതിന് ശേഷം അവർ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എഴുതുന്നില്ല, കുറേ കുനിയേണ്ടി വരും. ഓക്കെ, ഞാൻ പറയാം. പരീക്ഷ തുടങ്ങിയതിന് ശേഷം അവർ ഉറങ്ങിയിട്ടില്ല. ഇത് രണ്ട് ഭാഗമുണ്ട് ഈ സെൻറ്റൻസിന് അല്ലേ? പരീക്ഷ തുടങ്ങിയതിന് ശേഷം എന്നുള്ളതും അവർ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതും. ഇവിടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ്. ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവരെക്കുറിച്ചാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? ദേ ആണ് സബ്ജക്റ്റ്, ദേ. ഓക്കെ, ഇനി അവർ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ദേ ഹാവ്. ഇനി അവർ ഉറങ്ങി എന്നല്ല പറയുന്നത്, ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം ദേ ഹാവിൻറ്റ് അല്ലെങ്കിൽ ദേ ഹാവ് നോട്ട്. ദേ ഹാവിൻറ്റ് അല്ലെങ്കിൽ ദേ ഹാവ് നോട്ട് എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്? ഉറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പം ഉറങ്ങുക എന്നുള്ളതിൻ്റെ V3 ഫോം നമ്മൾ എഴുതിക്കണം. അപ്പം ദേ ഹാവിൻറ്റ് സ്ലെപ്റ്റ്. സ്ലെപ്റ്റ് എപ്പോൾ തൊട്ട് ഇനി ഇവിടെയാണ് നമ്മുടെ ബാക്കി സെൻറ്റൻസിൻ്റെ ഉപയോഗം വരുന്നത്. പരീക്ഷ തുടങ്ങിയതിന് ശേഷം അവർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പരീക്ഷ തുടങ്ങിയതിന് ശേഷം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സമയമാണ്. They haven't slept since the exams their exams have started. Okay, ഇതുപോലെ പാസ്റ്റിൽ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സമയത്ത് നടന്ന ആക്ഷൻ. അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള സമയം എന്ന് പറയാൻ എന്താ? സമയം കൃത്യമായിട്ട് മെൻഷൻഡ് അല്ല. ഇതിന് മുന്നേ, അതിന് ശേഷം, അപ്പോൾ, ഇപ്പോൾ എന്ന് കൃത്യസമയം പറയാതെ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ച്. പ്രസൻറ്റിൽ റെലവൻസും വേണം. പ്രസൻറ്റിൽ ആ ഒരു വിഷയത്തിന് ഇമ്പോർട്ടൻസ് വേണം. അങ്ങനത്തെ കേസിൽ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹാഡിൻ്റെ വേറൊരു യൂസേജ് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു ചെറിയ വേർഷനാണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം നമുക്കിനി ഹാഡിൻ്റെ ഒരു ചെറിയ യൂസേജ് നോക്കാം. അതായത് പാസ്റ്റ് ഓഫ് പാസ്റ്റിനെ കാണിക്കാനായിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. എന്തായാലും ഈ പാസ്റ്റ് ഓഫ് പാസ്റ്റ് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ്റെ ഇപ്പുറത്തുള്ളത് പാസ്റ്റിൽ നടന്ന കാര്യവും ഇപ്പുറത്തുള്ളത് പ്രസൻറ്റ് നടന്ന കാര്യമാണെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഒരു കാര്യം ഈ ഒരു സമയത്ത്, പാസ്റ്റിൽ ഈ ഒരു സമയത്ത് നടന്നു. ഒരു കാര്യം പാസ്റ്റിൽ ഈ ഒരു സമയത്ത് നടന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, അവൻ വരുന്നതിന് മുന്നേ ഞാൻ തുണി കഴുകി കഴിഞ്ഞു. അതായത് തുണി കഴുകുന്ന സംഭവം ഈ ഒരു ലൊക്കേഷനിലും ആ വരുന്ന സംഭവം ഈ ഒരു ലൊക്കേഷനിലാണ് നടന്നതെന്ന് വിചാരിക്കുക. സമയത്ത് ഈ രണ്ട് സമയത്തുമാണ് നടന്നതെന്ന് വിചാരിക്കുക. പക്ഷെ രണ്ടും പാസ്റ്റാണ്. പാസ്റ്റിൽ തന്നെ പല സമയങ്ങളിൽ രണ്ട് ആക്ഷൻ നടന്നു. അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ എഴുതും? അവൻ വരുന്നതിന് മുന്നേ ഞാൻ തുണി കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I washed clothes before he
came എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ സെൻറ്റൻസ് തെറ്റല്ലേ? ഇതിൽ ഏതാണ് ആദ്യം നടന്നതെന്ന് എങ്ങനെ അറിയുന്നത്? ബിഫോർ എന്നുള്ളത് കാര്യം യൂസ് ചെയ്ത് അറിയാം നടന്നു എന്ന്, പക്ഷെ അത് ഗ്രാമാറ്റിക്കലി ശരിയല്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം നടന്ന സംഭവം ഏതാണോ അതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും, പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. എന്താണോ പ്രവൃത്തി അതിൻ്റെ V3 ഫോം എഴുതും. ഓക്കെ, അതിനുശേഷം രണ്ടാമത് നടന്നത് നമ്മൾ ഒരു V1 ഫോമിൽ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതും. ഒരു എക്സാമ്പിൾ നോക്കാം. അവൻ വരുന്നതിന് മുൻപേ ഞാൻ തുണി കഴുകി കഴിഞ്ഞു. ഇതെങ്ങനെ എഴുതും? ഇവിടെ 2 ആക്ഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് അവൻ വന്നു എന്നുള്ള ആക്ഷൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ആക്ഷൻ എന്താ? തുണി കഴുകി കഴിഞ്ഞു. ആര്? ഞാൻ. ഓക്കെ, 2 സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം നടന്ന കാര്യമാണ് എഴുതേണ്ടത്. എന്താണ് ആദ്യം നടന്നത്? തുണി കഴുകി കഴിഞ്ഞു. ഓക്കെ, അവൻ വരുന്നതിന് മുന്നേ ആണ് തുണി കഴുകി കഴിഞ്ഞു. അപ്പോൾ തുണി കഴുകി കഴിഞ്ഞു എന്നുള്ള ആക്ഷനാണ് ആദ്യം നടന്നത്. ഇത് എങ്ങനെ എഴുതും? I had washed. Had plus V3 form of the verb. I had washed the clothes before he came. അങ്ങനെയാണ് നമ്മൾ എഴുതുക. I had washed the clothes before he came. അവൻ വരുന്നതിന് മുന്നേ ഞാൻ തുണി കഴുകി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് 2 സംഭവങ്ങൾ പാസ്റ്റിൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പേ അത് നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പേ അത് ചെയ്തു, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. അതാണ് ഹാഡിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പോയി. ഇത് നമ്മൾ എങ്ങനെ എഴുതും? അവൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പോയി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ആക്ഷനാണ് ആദ്യം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അവൻ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പോയി. അപ്പോൾ അവൻ എത്തിയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം എന്ത് പ്രവൃത്തിയാണ് നടന്നത്? ട്രെയിൻ പോയി. അതാണ് ആദ്യം നടന്ന പ്രവൃത്തി. അപ്പം ട്രെയിൻ പോയി. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ്. അതെങ്ങനെ എഴുതും? ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ട്രെയിനിനെ കുറിച്ചാണ് അല്ലേ? ദ ട്രെയിൻ പോയി, ആദ്യമേ പോയി എന്നെങ്ങനെ പറയും? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, എപ്പോഴാണ് ലെഫ്റ്റ് ചെയ്തത്? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എത്തിയപ്പോഴേക്കും എന്ന് അങ്ങനെ പറയും. വെൻ ഹി റീച്ച്ഡ് the station. The train had left when he reached the station. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവർ വരുന്നതിന് മുൻപേ ഞങ്ങൾ എത്തി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ ഏത് സംഭവമാണ് ആദ്യം നടന്നത്? അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ എത്തി എന്നുള്ള സംഭവമാണ് ആദ്യം നടന്നത് അല്ലേ? അപ്പം നമ്മൾ വി എങ്ങനെ എഴുതും? വെറുതെ വി റീച്ച്ഡ് എന്ന് എഴുതിയാൽ മതിയോ? അല്ല, ആദ്യം നടന്ന സംഭവത്തിൻ്റെ കൂടെ ഹാഡ് വേണം. വി ഹാഡ് റീച്ച്ഡ് ബിഫോർ എത്തുന്നതിന് മുന്നേ. വി ഹാഡ് റീച്ച്ഡ് ബിഫോർ ദേ കെയിം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാസ്റ്റിൽ 2 ആക്ഷൻ നടന്നു എന്നുണ്ടെങ്കിൽ ആ 2 ആക്ഷനെയും കൂടിപ്പിച്ച് 2 ടൈമിൽ 2 ആക്ഷൻ നടന്നു, ഇതിന് 2നെയും കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ്റെ കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും, രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതും. ഓക്കെ, ഹാഡ് യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം വരുന്ന വേർബ് V3 ഫോമിലായിരിക്കണം. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂസാണ് ഹാഡിനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും വേറൊരു മുഖമാണ്. നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ പഠിച്ചത്. ഇത് വേറൊരു മുഖമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതുവരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. English Mithra. Stop worrying, start learning.